KSRTC സ്വിഫ്റ്റ് ബസ് കണ്ടക്ടർമാർക്ക് മുന്നറിയിപ്പുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. യാത്രക്കാരോട് മാന്യമായി പെരുമാറണം. രാത്രി 8 മണിക്ക് ശേഷം സ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ ബസ് നിർത്തണമെന്നും നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. യാത്രക്കാരോട് മോശമായി പെരുമാറുന്നുവെന്ന് വ്യാപക പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് താക്കീത്. KSRTC ജീവനക്കാർക്ക് ഗഡുക്കളായി ശമ്പളം നൽകുന്ന രീതി ഒഴിവാക്കുമെന്നും 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് ബസ്സിൽ കയറുന്ന യാത്രക്കാരാണ്. അവരോട് സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ളതാണ്. എൻ്റെ ഈ സന്ദേശം KSRTCയിലെയും സ്വിഫ്റ്റിലെയും കണ്ടക്ടർമാരോടാണ്. രാത്രികാലങ്ങളിൽ ഒരു 8 മണി കഴിഞ്ഞാൽ നിങ്ങൾ ബസ് ഓടിച്ചു പോകുമ്പോൾ അമ്മമാർക്ക് വേണ്ടി 8 മണിക്ക് ശേഷം സൂപ്പർ ഫാസ്റ്റും അതിന് താഴോട്ടുള്ള വണ്ടികൾ, എക്സ്പ്രസ് എന്ന് ഞാൻ പറയുന്നില്ല, നിർത്തി കൊടുക്കണം. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്ത് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കാണിച്ചാലും എൻ്റെ അടുത്ത് വരും, ഞാൻ അറിയും. അതിൽ ജനങ്ങളോട് മോശമായി പെരുമാറുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളോട്, കുഞ്ഞുങ്ങളോട്, വൃദ്ധജനങ്ങളോട്, അത്തരം അതുപോലെ ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ള ആൾക്കാരാണ്. അതൊന്നും നമ്മൾ അതിന് എക്സ്ക്യൂസുകളില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വരുമാനം വർദ്ധിക്കും. അന്തസ്സായ ഒരു KSRTC മുന്നോട്ട് കൊണ്ടുപോകാൻ, അന്തസ്സായ ഒരു ജീവിതം നമുക്ക് നയിക്കാനും പറ്റും. 1-ാം തീയതി തന്നെ ജീവനക്കാരുടെ ശമ്പളം റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ വിശദാംശങ്ങളുമായി. അശ്വിൻ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഗതാഗത മന്ത്രി പറയുന്നത്. ഒന്ന്, സ്ത്രീകൾക്ക് രാത്രി 8 മണിക്ക് ശേഷം അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തി കൊടുക്കണം, മര്യാദാപൂർവ്വം പെരുമാറണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ 1-ാം തീയതി ശമ്പളം നൽകും എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഒരുപക്ഷെ മന്ത്രിക്ക് മാത്രമായി തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമായിരിക്കില്ല. ആദ്യത്തെ കാര്യങ്ങൾ നടപ്പാകുമോ? നികേഷ്, ഈ KSRTC കണ്ടക്ടർമാർക്കെതിരെ പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ ജീവനക്കാർക്ക് നൽകുന്ന സന്ദേശത്തിലാണ് ഗതാഗത മന്ത്രി ഈ സ്വിഫ്റ്റ് കണ്ടക്ടർമാർക്കും അതുപോലെ തന്നെ KSRTCയിലെ മറ്റ് കണ്ടക്ടർമാർക്കും ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ഈ യാത്രക്കാരോട് മാന്യമായി പെരുമാറണം. ഇത് പല ആവർത്തി ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഈ ഒരു പരാതികൾ ഉയരുന്നു. ഈ കണ്ടക്ടർമാരുടെ മോശം പെരുമാറ്റത്തിൽ പരാതികൾ ഉയരുന്നു എന്നും ഗതാഗത മന്ത്രി ഈ ഒരു സന്ദേശത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, വെള്ളമടിച്ച് മദ്യപിച്ച് ഈ കണ്ടക്ടർമാർ ജോലിക്ക് കയറുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പലതവണ ആവർത്തിച്ചതാണ്. ഇത്തരത്തിൽ ഈ ഒരു പെരുമാറ്റം ആവർത്തിച്ച് കണ്ടക്ടർമാർ സ്വന്തം വില കളയരുതെന്നും ഗതാഗത മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ യാത്രക്കാർക്കൊപ്പമുള്ള ആളുകളുടെ റിലേഷൻ അറിയേണ്ട, അല്ലെങ്കിൽ ആ ഒരു ബന്ധം അറിയേണ്ട ആവശ്യം ഈ കണ്ടക്ടർമാർക്കില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാരോട് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നൊരു കർശന നിർദ്ദേശവും മന്ത്രി നൽകുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നേരത്തെ തന്നെ ഗതാഗത മന്ത്രി പലതവണ ആവർത്തിച്ചൊരു കാര്യമാണ്, ഈ രാത്രി 8 മണിക്ക് ശേഷം സ്ത്രീകൾ ബസ് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നിർത്തണം. ഇത് ഉത്തരവായി തന്നെ ഇറക്കിയതുമാണ്. പക്ഷേ പല KSRTC കണ്ടക്ടർമാരും, പ്രത്യേകിച്ച് സ്വിഫ്റ്റ് കണ്ടക്ടർമാർ, ഇത്തരത്തിൽ സ്ത്രീ യാത്രക്കാരെ ഇത്തരത്തിൽ 8 മണിക്ക് ശേഷം അവരുടെ സ്റ്റോപ്പുകളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റോപ്പുകളിൽ നിർത്തുന്നില്ല അവരാവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർത്തുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്, പരാതിയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്ത് ഗതാഗത മന്ത്രി നിർദ്ദേശം ആവർത്തിക്കുകയും ചെയ്തു. അതായത് 8 മണിക്ക് ശേഷം സൂപ്പർ ഫാസ്റ്റ് ബസ്സും അതിൻ്റെ താഴേക്കുള്ള ബസ്സുകളും സ്ത്രീകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ആവശ്യപ്പെടുന്ന സമയത്ത് സ്ഥലത്ത് തന്നെ നിർത്തി നൽകണം എന്ന് ഗതാഗത മന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു KSRTC ബസ് കണ്ടക്ടർമാർക്കെതിരെ ഉയർന്ന വ്യാപക പരാതിയിൽ മന്ത്രിയുടെ കർശന നിർദ്ദേശമാണ് വീണ്ടും ഉണ്ടായിട്ടുള്ളത്. ഇത് പാലിച്ചില്ലെങ്കിൽ ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നുണ്ട്. ഇത് മേലുദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഇതിൽ ഗതാഗത മന്ത്രി എടുത്തു പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ പാലക്കാട് തൃശ്ശൂർ ബസ്സിലുണ്ടായ ഒരു സംഭവം. അതായത് ഒരു വൃദ്ധനെ KSRTC കണ്ടക്ടർ എഴുന്നേൽപ്പിച്ച് ആ വൃദ്ധന്റെ സീറ്റിലിരുന്നു, അല്ലെങ്കിൽ കണ്ടക്ടറുടെ സീറ്റിൽ നിന്ന് വൃദ്ധനെ എഴുന്നേറ്റ് മാറ്റി കണ്ടക്ടർ കയറിയിരുന്നൊരു സംഭവം. ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇത് ചെയ്ത ആളുകൾ കൃത്യമായി അറിയാം. ഇനി ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ഈ ഗതാഗത മന്ത്രി പറയുന്നതിൽ മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മന്ത്രി തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തും. ഈ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഒരു ചർച്ചയിൽ ഈ ഘട്ടം ഘട്ടമായി നൽകുന്ന ഈ KSRTC ജീവനക്കാർക്ക് ഘട്ടം ഘട്ടമായി നൽകുന്ന ശമ്പളം, ആ പ്രവണത അവസാനിപ്പിക്കും. പകരം 1-ാം തീയതി തന്നെ ശമ്പളം നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തും. പല നിർദ്ദേശങ്ങൾ ഇത്തരത്തിൽ ഗതാഗത മന്ത്രി മുഖ്യമന്ത്രിക്ക് നൽകും. ആ ഒരു യോഗത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി പറയുന്നു. ഗണേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അശ്വിൻ.